അപ്പോൾ ഇത് നമുക്ക് കിട്ടില്ല ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കിയല്ലോ. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേപോലെ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടുന്ന കാർ സ്റ്റീരിയോ ആമ്പിൻ്റെ ഒരു ബോഡിയാണ്. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് 400 രൂപയ്ക്ക് ഉള്ളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതേപോലെ കുറച്ച് കണക്റ്റേഴ്സ് അതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇതിൽ നമ്മൾ ആംപ്ലിഫയറായിട്ട് യൂസ് ചെയ്യുന്നത് ഏകദേശം 480 രൂപയ്ക്ക് വാങ്ങിച്ചാൽ 50 + 50 എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല 50 ആയിരിക്കും ടോട്ടൽ വാട്ടേജ് 2 ചാനലും കൂടി കിട്ടുന്നത്. 5 വോൾട്ട് സപ്ലൈനകത്ത് ഇൻബിൽഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ മൊഡ്യൂളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 6 പിന്നിൻ്റെ ലീനിയർ വോളിയം കൺട്രോൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് 5 വോൾട്ട് എടുക്കേണ്ടത് കേട്ടോ. പ്ലസും മൈനസും അവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കേണ്ടത്. ഇൻപുട്ട് വോൾട്ടേജ് 12 മുതൽ നമുക്ക് 24 വരെ കൊടുക്കാം. അതിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഔട്ട്പുട്ട് കിട്ടുന്നത് കേട്ടോ. ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിയോ ഇൻപുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂൾ സെറ്റ് ചെയ്തിട്ട് ഉള്ള വീഡിയോ കാണിച്ചു തരാവേ, എങ്ങനെ കണക്ഷൻസൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ഈ വയറുകൾ, എൻകോഡറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഈ വയറുകളെല്ലാം അത്ര ക്വാളിറ്റി പോരാ. അതിന് കാരണം നമ്മൾ കാണിച്ചു തരാവേ. ഇത് നമ്മൾ കറക്റ്റായിട്ടൊരു റെയിൻബോ വയർ വാങ്ങിച്ച് നമ്മൾ സോൾഡർ ചെയ്യണം. ഇതാണ് നമ്മൾ 5 വോൾട്ട് കൊടുക്കേണ്ട പിന്ന്. അപ്പോൾ ഈ 5 വോൾട്ടിൻ്റെ പിന്ന് നോക്കുമ്പോൾ എപ്പോഴും ഗ്രൗണ്ടും VCC എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാകും. അത് കറക്റ്റാണോ നമ്മൾ കൊടുക്കുന്ന കളർ കോഡും എന്ന് നോക്കുക. അത് തെറ്റാണെങ്കിൽ കറക്റ്റായിട്ട് വയർ നമ്മൾ മാനുവലി നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കാം. അല്ലെങ്കിൽ പ്ലസ്സിൽ വരുന്നതിൽ ഒരു ഡയോഡ് ഫോർവേഡ് ഡയറക്ഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് അബദ്ധത്തിൽ ഇതിൻ്റെ പ്ലസ് മൈനസ് മാറിപ്പോയി കഴിഞ്ഞാൽ ഈ മൊഡ്യൂള് നമ്മുടെ അടിച്ചു പോകില്ല. എൻകോഡറിൻ്റെ കണക്ഷൻ വരുന്ന ഒരു 4 വയറിൻ്റെ കണക്ഷനാണ്. ഇനി എൻകോഡറിൻ്റെ വയറിൻ്റെ ഒന്ന് എടുക്കട്ടെ. വയറിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കാണിച്ചു തരാം, നിങ്ങളൊന്ന് വ്യക്തമായിട്ട് നോക്കിക്കോളാം. ഇതാണ് നമ്മൾ എൻകോഡറിലേക്ക് കണക്ട് ചെയ്യുന്ന റെഡിമെയ്ഡ് ഇതിൻ്റെ കൂടെ വരുന്ന ഒരു കണക്ടർ കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കിയേ. ഇതിൻ്റെ വയറുകളെല്ലാം ഇങ്ങനെ വിട്ടു വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്വാളിറ്റി ഇല്ല. അപ്പോൾ നമ്മളിത് മര്യാദക്ക് സോൾഡർ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അധികം നാളൊന്നും വേണ്ടി വരില്ല. ഒരു മാസത്തിന് ശേഷം നമ്മുടെ വോളിയമൊക്കെ കൂടാതെ വരിക, അതുപോലെ തന്നെ വോളിയം ചിലപ്പോൾ കിട്ടാതെ വരികയൊക്കെ ചെയ്യുന്ന പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതിനുള്ള പ്രധാന കാരണം ഇത് മര്യാദക്ക് സോൾഡർ ചെയ്യാത്തതാണ്. ഇതേപോലുള്ള കണക്ടേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പണി എളുപ്പമാകും. പക്ഷേ ഇതേപോലുള്ള കേസിങ്ങിൽ ഇടാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം നമ്മൾ ഒരു ക്യാബിനറ്റ് പോലെ വുഡിലോ അങ്ങനെ MDFൻ്റെ ഷീറ്റിലൊക്കെ കട്ട് ചെയ്ത് ഉണ്ടാക്കി എടുക്കേണ്ടി വരും. ഇതിൻ്റെ റെഡിമെയ്ഡ് ഇങ്ങനെ മോഡൽ മേടിക്കാൻ കിട്ടില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ സൈഡിലാണ് വോളിയം കൺട്രോളൊക്കെ വരുന്നത്. ഇതെല്ലാം നമുക്ക് ദൂരേക്ക് റെയിൻബോ വയർ വെച്ച് കൊടുത്താലും ആ കണക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇതിൽ കൊറോഷനൊക്കെ സംഭവിച്ച് ഇതേപോലെയുള്ള റെയിൻബോ വയർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായാലും പതുക്കെ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഗ്ലൂ ഗൺ വെച്ച് പ്രോപ്പറായിട്ട് ഒട്ടിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതേപോലെ 3 പിന്നിൻ്റെ 2 സെറ്റ് ഉപയോഗിച്ചാൽ മതി. നമുക്ക് 6 പിന്നിൻ്റെ പോർട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ നോക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മളിതേപോലെ വോളിയം കൺട്രോളറിൻ്റെ 100K പോർട്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിന് അനുസൃതമായിട്ടുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ കൊടുക്കുക. പാസ് ട്രിപ്പിൾ നിന്ന് പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കി വെക്കാം. ചിലപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല. എന്നിട്ട് ഇതുപോലെ നല്ല കൂടിയ ഫ്ലക്സ് നമ്മളെപ്പോഴും മേടിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ശ്വാസം മുട്ടലിനോ അല്ലെങ്കിൽ അതുപോലെ സംബന്ധമായിട്ടുള്ള ചുമയ്ക്കോ തൊണ്ടയ്ക്ക് കരകരപ്പിനൊക്കെ കാരണമാകും. അപ്പോൾ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫ്ലക്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് അത് ഇതേപോലെ ബഡ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറിൻ്റെ ടിപ്പ് വെച്ചിട്ട് ഇതേപോലെ ആക്കി തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സോൾഡർ ചെയ്ത് കാണിക്കാം. നമ്മൾ മെൽറ്റ് ചെയ്ത് സോൾഡർ ചെയ്യല്ല ചെയ്യേണ്ടത്. ഇതേപോലെ പിടിച്ചതിന് ശേഷം നമ്മുടെ ഇതെല്ലാം പ്രസ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കുക. അതിന് ശേഷം നമ്മുടെ സോൾഡറിങ് ചൂടായതിന് ശേഷം അത് ഈ കമ്പിയിലേക്ക് വെച്ചിട്ട് നമ്മുടെ കമ്പി ഉണ്ടല്ലോ, അതായത് പോട്ടിൻ്റെ കമ്പിയിലേക്കാണ് നമ്മൾ ലെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് മെൽറ്റായിട്ട് കറക്റ്റ് ബോള് പോലെ വന്ന് നല്ല വൃത്തിക്കിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഒരു ലൂസ് കോണ്ടാക്റ്റിന് കാരണമാകുകയും വോളിയൊന്നും മര്യാദ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വരും. ഒരു ചാനലിലൊക്കെ വോളിയം പോകുന്നത് ഇത് സോൾഡറിങ് എല്ലാം പ്രോപ്പറായിട്ട് വരാത്ത കാരണമാണ്. അപ്പോൾ അതേ നമ്മൾ ഇങ്ങനെയാണ് സോൾഡർ ചെയ്യേണ്ടത് കേട്ടോ. അത് മെൽറ്റ് ആവുന്നതിനനുസരിച്ച് നീക്കി കൊടുത്താൽ മതി. കറക്റ്റ് ബോളായിട്ട് നമ്മുടെ സോൾഡർ ചെയ്യുന്ന വശത്ത് വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് സ്പീഡാക്കുവാണേ. ഇവിടെയാണ് നമ്മൾ സ്പീക്കറിൻ്റെ കണക്ഷൻസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള
ഹെഡറുകൾ മേടിക്കാൻ കിട്ടും. 2 പിന്നിൻ്റെ 3 പിന്നിൻ്റെ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ ആവശ്യം നോക്കിയിട്ട് അത് മേടിക്കാം. ഇപ്പോൾ ഇത് 2 പിന്നിൻ്റെ നമ്മൾ വാങ്ങിച്ചേക്കാണ്. സോക്കറ്റ് ഓക്കെ. അപ്പോൾ അത് നമ്മളവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ വശത്തും സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് IP ഒഴിച്ച് IPA, അതായത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോളോ അല്ലെങ്കിൽ ഡീസൽ, പെട്രോളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. IPA ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. എന്നാലും അതിനകത്തുള്ള ആ ഫ്ലക്സിൻ്റെ അംശങ്ങളൊക്കെ കൂടുതൽ പോവുള്ളൂ. അപ്പോൾ ഇതേപോലെ IP അടിച്ചതിന് ശേഷം ബ്രഷ് വെച്ച് നമ്മൾ പഴയൊരു ബ്രഷ് വെച്ച് ഇങ്ങനെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഉരച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുതിയൊരു റെഡിമെയ്ഡ് വാങ്ങിച്ച പോലെ തന്നെ സോൾഡറിങ് എല്ലാ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ ഈ കണക്ഷൻസൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ ആ വോളിയം കൺട്രോളോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പരിപാടിയെല്ലാം കഴിഞ്ഞ് പാട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഫുള്ളി എക്സ്പ്ലനേഷനായിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എല്ലാവരും മറക്കരുതേ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ.